വെൽക്കം ടു Pro-Culina. Pro-Culina ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാ ദിവസത്തെ പോലെ കുക്കിംഗ് വീഡിയോ അല്ല കാണിക്കുന്നത്. ഇന്നൊരു വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത്. വ്ളോഗ് എന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങളായിട്ടുള്ള എൻ്റെ ഒരു മോഹമെന്നോ ആഗ്രഹമെന്നോ എന്ത് വേണമെങ്കിലും പറയാം അതിനെ. കാരണം കുട്ടികളുടെ പഠനവും കുറേ കാര്യങ്ങൾ കാരണം എന്താ പറയുക, എൻ്റെ ഗുരുവായൂരപ്പനെ ഒന്ന് കാണാനുള്ള ഒരു 3 വർഷത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ഒന്ന് കാണാനുള്ളൊരവസരം ഉണ്ടാക്കിയതാണ്. കാരണം എന്താ പറയുക, കൊറോണ കാലം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും എൻ്റെ കുടുംബവും കൂടി ഗുരുവായൂരപ്പനെ നേരിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുരുവായൂർ യാത്ര, അതാണ് ഈ വ്ലോഗ്. അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണുന്നതിന് ഏറ്റവും കുളിർമയേകുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. പൂക്കളിരിക്കുന്നു, എന്താ പറയുക, നമ്മുടെ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള തുളസിമാല എല്ലാം ഉണ്ട് ഇവിടെ. അതൊക്കെ തന്നെയാണ് പോസിറ്റീവ് എനർജി. നമുക്ക് ഇവിടെ തൊട്ടങ്ങ് ക്യൂ തുടങ്ങുകയാണ്. കാരണം മുമ്പിൽ നിൽക്കുന്ന വലിയൊരു വിളക്കുണ്ട്, അവിടെ വച്ച് നമുക്ക് ഭഗവാനെ തൊഴണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യൂവിൽ നിന്നാൽ മാത്രമാണ് നമുക്ക് അവിടെ വരെ എത്താൻ പറ്റുള്ളൂ. ആ ക്യൂവിൽ അവിടെ നിന്ന്, ആ വലിയ വിളക്കിൻ്റെ അവിടെ നിന്നാൽ ഭഗവാനെ ഈ വലിയ വിളക്കിൻ്റെ മുമ്പിൽ നിന്ന് ഭഗവാനെ തൊഴാൻ പറ്റും കേട്ടോ, ഭംഗിയായിട്ട് തൊഴാൻ പറ്റും. അപ്പോൾ അതിനുശേഷം പിന്നെ വെർച്വൽ ക്യൂ, നമ്മൾ ഓൺലൈൻ വഴി എടുത്തിരിക്കുന്ന ക്യൂവിലേക്കാണ് പിന്നെ നമ്മൾ പോകുന്നത്. ആ ഓൺലൈൻ വഴി ക്യൂ എന്ന് വെച്ചാൽ 9 മണിയാണ് നമുക്ക് സമയം തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 9 മണിക്ക് 8 മണി കഴിഞ്ഞപ്പോഴത്തേനും നമ്മളവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 1 മണിക്കൂറോളം നമുക്ക് സമയം കിട്ടി. അവിടെ നമുക്ക് സമയത്തിന് എത്താൻ വേണ്ടിയിട്ട് അത്രയും സമയം കിട്ടി. കാരണം അവിടെ ആദ്യം പോയി തൊഴുതു, രണ്ടാമത് ഓൺലൈൻ ക്യൂവിൽ കയറി കഴിഞ്ഞ് നമ്മൾ ഇതുണ്ടോ അവിടെ ഇരിക്കുന്ന അവരാണ് നമ്മളെ ചെക്ക് ചെയ്ത് അകത്തേക്ക് കയറ്റുന്നത്. മൊബൈലിലാണ് നമ്മളുടെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് മൊബൈൽ എടുക്കണം. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയത് കേട്ടോ. അതുണ്ടോ ഒരു ചിത്രശലഭം കുറേ നേരമായിട്ട് കുട്ടേട്ടനെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുന്നുണ്ട്. അത് പോകുന്നില്ലായിരുന്നു, എത്ര ഓടിച്ച് വിട്ടിട്ടും പോകുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ അടുത്ത ക്യൂ നമുക്ക് ഇവിടം വരെ നമ്മൾ മൊബൈൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഓൺലൈൻ നമ്മുടെ എന്താ പറയുക, കുറേ സർട്ടിഫിക്കറ്റ് കാണിച്ചതിന് മാത്രമാണ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തത്. പിന്നെ നമ്മുടെ ആധാർ കാർഡൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ അകത്തേക്ക് കയറ്റി വിടുള്ളൂ. അപ്പോൾ ആ ഒരു സമയം വരെ നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ടൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൊബൈൽ ഇത്രയും വരെ ചെന്നെത്താനേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയം വരെ ഞാൻ മൊബൈലിൽ അത്യാവശ്യം കിട്ടിയ കാഴ്ചകൾ, അധികം നടന്നൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ഇത്രയും റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാസ്കൊക്കെ ഇടയ്ക്കൊന്ന് മാറ്റി ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഇതിന് വേണ്ടിയിട്ട് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പോസ്റ്റ് ചെയ്താണ് കേട്ടോ, ഞാനും കുട്ടികളെ കൂടിയിട്ട്. അപ്പോഴാണ് നോക്കിക്കഴിഞ്ഞപ്പോൾ പോലീസുകാർ, സെക്യൂരിറ്റീസൊക്കെ ഇഷ്ടം പോലെയുണ്ട്. പുള്ളിക്കാർ ഓടിപ്പോയി അത് പിന്നെയും വച്ചു. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത വിഷമാവില്ലേ. അപ്പോൾ ആ ഒരു സമയം 9 മണി ആവാനായിട്ട് വെയിറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ സൈറ്റ് ഓപ്പൺ ആവുള്ളൂ. ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ചെക്കിങ് ചെയ്ത് നമ്മളെ അകത്തേക്ക് കയറ്റുള്ളൂ. മീനുകുട്ടിയാണെങ്കിൽ പൂവും മയിൽപ്പീലിയൊക്കെ ആയിട്ട് ജയിച്ച സന്തോഷം, 12th മാർക്കിൻ്റെ റിസൾട്ടിൻ്റെ സന്തോഷം കൊണ്ടാണ് പുള്ളിക്കാരിയുടെ പോക്ക്. അത് എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം കുറേ നാളുകൾക്ക് ശേഷമുള്ളൊരു ഞങ്ങളുടെ ഒരു യാത്രയും കൂടിയായിരുന്നു. കാരണം ഞങ്ങളെ കുറേ നാളുകളായിട്ട് പുറത്തേക്ക് ഇറക്കാറേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുറേ നാളുകൾക്ക് ശേഷമുള്ളൊരു യാത്രയായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി. കാരണം ഫാമിലി ഒത്ത് ഒന്ന് പുറത്ത് പോകുക എന്നുള്ളത് ഞങ്ങൾക്ക് എപ്പോഴും, ഞങ്ങൾ അധികം വീട്ടിലിരിക്കാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് തൊഴുതിറങ്ങി മമ്മിയൂർ വന്നു. അവിടെ തൊഴുത് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്ര പൂർത്തിയാക്കുന്നത് മമ്മിയൂരും കൂടെ തൊഴുതിന് ശേഷമാണ്. ഗുരുവായൂരമ്പലത്തിൽ തൊഴുതു, പിന്നെ മമ്മിയൂർ വന്ന് തൊഴുതു. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക്. എല്ലാവർക്കും നല്ലത് വരട്ടെ.